ഹലോ, നമ്മുടെ ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ക്ലാസ് 9th അന്തർ കെ ഓർ ബാഹർ കെ എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററാണ് ഞാനിവിടെ പഠിപ്പിക്കാൻ പോകുന്നത്. ഇതൊരു വ്യംഗ്യ ലേഖാണ്. അപ്പം ഇത് നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കിടക്കാം. വ്യംഗ്യം എന്ന് പറയുമ്പോൾ ഒരു തമാശ, ഒരു വ്യംഗ്യം. मुझे अब ऐसा लगता है कि आदमी की असल में दो ही जातियां होती है. അപ്പോൾ എന്താ ഇത് പറയുന്നത്? മുझे अब ऐसा लगता है कि എനിക്ക് എന്താ തോന്നുന്നത്? മുझे എന്ന് പറയുമ്പോൾ എനിക്ക്, ऐसा लगता है എനിക്ക് എന്താ തോന്നുന്നേക്ക്, ആദ്മിക്ക് മനുഷ്യന്റെ, അസൽ മേ ശരിക്കും, അസൽ എന്ന് പറയുമ്പോൾ റിയാലിറ്റിയിൽ ശരിക്കും എത്രയുണ്ട്? ദോ ഹി ജാതിയ, രണ്ട് തരം ജാതിയ ഉണ്ട്. ഓക്കെ, രണ്ട് തരം വംശമുണ്ടെന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അന്തർ കെ ഓർ ബാഹർ കെ, ഒന്ന് അകത്തെ ഒന്ന് പുറത്ത്. അപ്പോൾ ഇതൊരു വ്യംഗ്യ പോലെയാണ്. അപ്പോൾ ഇതിനെ മനസ്സിലാക്കുക. ഇസ് വിചാർ കി ഹൽചൽ മേരെ മൻ മേ ബീത്തെ കിതനെ മഹീനോ സെ ചൽ രഹി ഥി. അപ്പം ഇസ് വിചാർ കി ഹൽചൽ, ഈ ഒരു വിചാരം എന്ന് പറയുമ്പോൾ ഈ അന്തർ കെ ഓർ ബാഹർ കെ രണ്ട് ടൈപ്പ് വംശമാണ് മനുഷ്യനുള്ളതെന്നുള്ള ഈ കാര്യം ഈ ആളുടെ തലയിൽ കുറേ ദിവസമായിട്ട്, ഹൽചൽ മേരെ മന്മേ, ഹൽചൽ എന്ന് പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് ഇങ്ങനെ മേരെ മന്മേ ബീറ്റെ കിത്തനെ മഹീനോസെ ചെലറൈതി, കുറേ മാസങ്ങളായി. കിത്തനെ മഹീനെ എന്ന് പറയുമ്പോൾ കുറേ മാസങ്ങളായിട്ട് എൻ്റെ മനസ്സിൽ ഇതിങ്ങനെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. നമുക്ക് ചില സംശയങ്ങൾ നമ്മുടെ തലയിൽ ഇങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കില്ലേ, ആ അർത്ഥത്തിലാണ് പറയുന്നത്. ഓക്കെ, परसों ट्रेन से पूना से आते समय जो मार्मिक अनुभव मुझे हुआ उसे यह स्पष्ट हो गया. पर എന്താ പറ്റിയേ? परसों ट्रेन से, परसों എന്ന് പറയുമ്പോൾ രണ്ടു ദിവസം മുമ്പത്തെ കാര്യം പറഞ്ഞു. ഓക്കെ, അപ്പോൾ രണ്ടു ദിവസം മുമ്പ് ട്രെയിനിൽ ഈ മനുഷ്യൻ പൂനാസെ ആത്തേ സമയം എന്ന് വെച്ചാൽ പൂനെന്ന് വണ്ടി കയറിയ സമയത്ത് जो मार्मिक अनुभव मुझे हुआ उससे यह स्पष्ट हो गया. അപ്പോ ഈ പൂനെന്ന് വരുമ്പം ഈ മനുഷ്യന് ഒരു എന്താ പറയുന്നേ, ഒരു സ്പർശിക്കുന്ന ഒരു മാർമിക് അനുഭവം എന്ന് പറയുമ്പോൾ സ്പർശിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി ഈ മനുഷ്യന്. അപ്പോഴാണ് ഇത് ഇങ്ങോട്ട് ക്ലിയർ ആയത്, ഈ കോൺസെപ്റ്റ് ക്ലിയർ ആയത്. ഈ തലയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന അന്തർക്കെ ഓർ ബാഹർക്കെ രണ്ട് ടൈപ്പ് വംശം ഉണ്ടെന്ന്. സ്റ്റേഷൻ പहुंचने മുझे ജൽദി थी, സ്റ്റേഷനിൽ എത്താൻ എനിക്ക് ഭയങ്കര ധൃതിയായിരുന്നു. ജൽദി थी എന്ന് പറയുമ്പോൾ നമുക്ക് എവിടേക്കും പോകണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് സ്റ്റേഷൻ എത്തണം എന്നുള്ളൂ, അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു. പെഹലെ ഹി ദേർ ഹോ ഗയി थी, ആദ്യം തന്നെ നേരം വൈകി പോയായിരുന്നു, അപ്പം പെട്ടെന്ന് എത്തണം എന്നായിരുന്നു. പർ മേ അന്തർ घुसूं इससे पहले, പക്ഷേ ഞാന് അന്തർ घुसूं इससे पहले गाड़ी की सीटी की जोरदार आवाज आई. അപ്പോൾ അകത്ത് കയറാന്ന് ആലോചിക്കുമ്പോഴേക്കും സ്റ്റേഷനിൽ എത്തി. നമ്മൾ സ്റ്റേഷനിലെ കയറി കാശൊക്കെ കൊടുത്തിട്ട് സ്റ്റേഷനിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴേക്കും ഗാഡിക്ക് സീറ്റിക്ക് ജോർദാർ ആവാജായി. ഗാഡി എന്ന് പറയുമ്പോൾ ട്രെയിൻ, ഇവിടെ ട്രെയിനിനെയാണ് പറയുന്നത്. അപ്പോൾ ട്രെയിനിന്റെ ഭയങ്കര വിസിൽ കേട്ടു. ട്രെയിനിന്റെ ഗാഡിക്ക് സീറ്റിക്ക് ജോർദാർ ആവാജായി. അപ്പം ഉറക്കെ നമുക്ക് ട്രെയിനിന്റെ വിസിൽ കേൾക്കാറോ. ऐसे वक्त अपने मन की स्थिति बड़ी अजीब होती है. ഈ സമയത്ത് ऐसे वक्त, ആ സമയത്ത് എന്താ, നമ്മുടെ മൻ की സ്ഥിതി, നമ്മുടെ മനസ്സിലെ ഒരു ആ സമയത്ത് നമ്മുടെ സിറ്റുവേഷൻ ആയിരിക്കും, നമ്മുടെ മനസ്സിൽ എന്തായിരിക്കും, ബड़ी अजीब सी होती है. ആ നേരത്തെ നമ്മുടെ ഒരു മനസ്സിന്റെ ഒരു നില ഭയങ്കര വ്യത്യാസമായിരിക്കും. കാരണം എന്താണ്, ജസ്റ്റ് എത്തിയിട്ടുള്ളൂ. സീറ്റ് കിസി ഭി ഗാഡിക്ക് ക്യൂ നാ ഹോ ലഗ്താ ഹൈ ജൈസെ അപ്നി ഹി ഗാഡി കി ഹൈ. സീറ്റി എന്ന് പറയുമ്പോൾ ഈ വിസിൽ, ഈ ട്രെയിനിന്റെ വിസിൽ കിസി ഭി ഗാഡിക്ക്, ഏത് വണ്ടിയുടെ ആണെങ്കിലും, ക്യൂ നാ ഹോ എന്ന് പറയുമ്പോൾ ഏത് ഗാഡിയുടെ ആണെങ്കിലും ഏത് ട്രെയിനിന്റെ ആണെങ്കിലും, ലഗ്താ ഹൈ ജൈസെ, എന്താ നമുക്ക് തോന്നുന്നത്, ഇത് നമ്മുടെ ട്രെയിനിന്റെ ഒച്ച തന്നെയാണ്, നമുക്ക് എല്ലാവർക്കും അതാണ് തോന്നുന്നത്. അപ്പോൾ ട്രെയിൻ കാണുന്നവരെ നമുക്കൊരു ടെൻഷനാണ്. पैरों में जूते होने से दौड़ना भी आसान न था. पैरों में, കാലും എന്നതായിരുന്നു, ജൂത്തയായിരുന്നു, ഷൂസ് ആയിരുന്നു. അതുകൊണ്ട് ദോഡ്ന ഭി ആസാൻ നഹി താ, പെട്ടെന്ന് ഓടാനും പറ്റുന്നില്ലായിരുന്നു.
ऐसे में लगभग दौड़ने जैसा तेज से चलते हुए मैंने ट्रेन का दरवाजा पकड़ा. അപ്പോ ऐसे में ആ അവസ്ഥയിൽ എന്താ ചെയ്ത ലഗ്ഭഗ് ഒരുമാതിരി ഓടുന്ന പോലെ ദോടനെ ജैसा കുറച്ച് സ്പീഡിൽ നടന്നിട്ട് തേജ് ചലത്തെ ഹുവേ തേജ് ചലന എന്ന് പറയുമ്പോ സ്പീഡിൽ നടന്നിട്ട് ഞാന് ആ ट्रेन का दरवाजा पकड़ा. ट्रेनिന്റെ വാതിൽ പിടിച്ചു. ओके. मैं उसे खोलने की कोशिश करूं इससे पहले अंदर के लोगों का शोर हुआ. मैं उसे खोलने की कोशिश करूं. ഞാൻ ആ വാതിൽ खोलने की कोशिश എന്ന് പറയുമ്പോൾ തുറക്കാൻ നമ്മൾ പ്രയത്നം ചെയ്യണം. खोलने की कोशिश करूं इससे पहले अंदर के लोगों का शोर हुआ. അപ്പോൾ തുറക്കാൻ ഞാൻ ആലോചിക്കുമ്പോഴേക്കും കോശിഷ് ഇങ്ങനെ ചെയ്യുമായിരുന്നു വാതിലെ പിടിച്ചിട്ട്. അപ്പോഴേക്കും എന്താ ചെയ്യുന്നത്, അകത്തെ ആൾക്കാര് ഭയങ്കര ഒച്ചമേളും കേൾക്കാൻ തുടങ്ങി. അരേ സാഹബ് യ സെക്കൻഡ് का डब्बा है आगे जाओ. അരേ സാഹബ് ഇത് സെക്കൻഡ് का डब्बा. അരേ സാഹബ് മനുഷ്യനെ അകത്തെ ആൾക്കാർ പറയാണ് ഇത് സെക്കൻഡ് ക്ലാസിന്റെ ഡബ്ബയാണ്, ആകെ ജാവുന്നു, മുന്നോട്ട് പോകാൻ. അപ്പൊ നമ്മൾ എപ്പോഴും എക്സ്പീരിയൻസ് ഉള്ളത് ഈ സെക്കൻഡ് ക്ലാസ് ഫസ്റ്റ് ക്ലാസ് ആരൊക്കെ വാതിലടച്ച് അത് ഇനി തുറക്കത്തില്ല, കാരണം അവരോർക്കും ഈ ജനറൽ കമ്പാർട്ട്മെന്റിലെ ആൾക്കാരാണ്. ഓക്കെ. मजेदार बात है ना, अंदर के लोगों को बाहर के सारे लोग थर्ड क्लास के ही लगते हैं. പിന്നെ മജേദാർ ബാത്ത് ഹേ, മജേദാർ തമാശയായിട്ട് കാര്യമില്ല. അന്തർ കെ ലോഗോं को അകത്ത് ഏത് 2 ടയർ എസിയോ 3 ടയർ എസിയോ അല്ല ആൾക്കാർക്ക് എന്താ തോന്നുന്നത്, അന്തർ കെ ലോഗോं को ബാഹർ കെ ലോഗ്, അന്തർ കെ അകത്തുള്ള ആൾക്കാർക്ക് തന്നെയാണ് ചാപ്റ്ററിന്റെ സാരാംശം. അന്തർ കെ और ബാഹർ കെ. ഓക്കെ. അന്തർ കെ ലോഗോं को അകത്തെ ആൾക്കാർക്ക് എന്താ തോന്നുന്നത്, ബാഹർ കെ സാരേ ലോഗ് തേർഡ് ക്ലാസ് മിക്കേക്ക് ലഗ്തെ. അപ്പൊ പുറത്തെ എല്ലാവരും തേർഡ് ക്ലാസ്സിലാണെന്ന് തോന്നുന്നത്. അവർ ഓർക്കുന്നത് ഇവര് 3 ടയർ എസിക്കാരായിരിക്കും, ഇത് സെക്കൻഡ് ആണെന്ന്. ഓക്കെ. അപ്പൊ ഒരു വിലയില്ലാത്ത പോലത്തെ. ഇത്തനേമേ ദൂസരാ പോലെ അരേ അഗലെ ഡബ്ബേ മേ ഇത്നി ജഗ ഹെ. അപ്പൊ അപ്പോഴേക്കും വേറെ എന്താ, ഇത്തനേമേ ദൂസറ പോലെ അത്ര ആകുമ്പോഴേക്കും വേറൊരു മനുഷ്യൻ എന്താ പറഞ്ഞത്, അരേ അകലെ ഡിബ്ബേമേ അടുത്ത നമ്മുടെ കമ്പാർട്ട്മെന്റിനകത്ത്, ഡിബ്ബ എന്ന് പറയുമ്പോൾ കമ്പാർട്ട്മെന്റ് ട്രെയിനിന്റെ മേ ഇത്നി ജഗ ഹെ പൂരി ഖാലി ഹെ. ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. പൂരി ഖാലി ഹെ, മുഴുവൻ ഖാലിയാണ്, എം ടി ആണ്. ഓക്കെ. ഇഷ്ടംപോലെ സ്ഥലമുണ്ടെന്ന്. ഫിർ യഹാ ക്യൂ ഘുസേ ആ രഹേ ഹോ, പിന്നെ എന്തിനാ ഇവിടെ ഘുസേ ആ രഹേ ഹോ, പിന്നെ എന്തിനാ ഇവിടെ തള്ളിക്കേറി വരുന്നത്. ഘുസന എന്ന് പറയുമ്പോൾ നമ്മള് തള്ളിക്കേറി വരുന്ന അർത്ഥത്തിലാണ് പറയുന്നത്. അകല ഡിബ്ബ പൂര ഖാലി, അടുത്ത കമ്പാർട്ട്മെന്റ് മുഴുവൻ ഖാലിയായിട്ട് കിടക്കുവാണ്, അതിനകത്ത് ആരും ഇല്ലാന്ന്. उधर जाओ, അവിടേക്ക് പോവാൻ പറയും. अंदर के लोगों को खुद का डिब्बा छोड़कर बाकी सब अगले डिब्बे हमेशा खाली दिखते हैं. അപ്പൊ എന്താണ് ഇതൊരു റിയാലിറ്റിയാണ്. അകത്തെ ആൾക്കാർക്ക് എന്താ, अंदर के लोगों को खुद का डब्बा छोड़कर അകത്തെ ആൾക്കാർക്ക് അവരുടെ ആ കമ്പാർട്ട്മെന്റ് വിട്ട് ബാക്കി സബ് അഗലെ ഡബ്ബെ ഹമേശ ഖാലി, ബാക്കി എല്ലാ ബോഗിയും എല്ലാ കമ്പാർട്ട്മെന്റും ഇവര് പറയുന്ന അതിലൊന്നും ആൾക്കാർ കാണില്ല എന്നാണ്. അത് ഒരു സത്യമാണ്. पर उसी दरवाजे से चिपके रहने के सिवा मेरे पास कोई और चारा नहीं था. പക്ഷേ उसी दरवाजे से ആ വാതിലെ തന്നെ ചിപ്കേ രഹന, ചിപ്കേ രഹന എന്ന് പറഞ്ഞാൽ ആ വാതിലെ തന്നെ പറ്റി പിടിച്ച് നിൽക്കുകയല്ലാണ്ട് മേരെ പാസ് इसके सिवा मेरे पास कोई और चारा ना था. അപ്പോൾ ഇതല്ലാതെ എനിക്ക് വേറെ ഒരു മാർഗവും ഇല്ലായിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. चारा ना था. मैं दरवाजा खोलने की कोशिश कर रहा था और अंदर के लोग मेरा विरोध कर रहे थे. ഞാൻ ദർവാജ ഖോലിനെ की कोशिश, വാതിൽ തുറക്കാനുള്ള പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ അന്തർക്കെ എന്ന് പറയുമ്പോൾ കണ്ടോ അപ്പോസ്ട്രോഫീസ്, ഇതാണ് അന്തർക്കെ ലോഗും ബാഹർക്കെ ലോകളുടെ ആ ഒരു ചിന്തയെ പറ്റിയിട്ടാണ് ഈ ചാപ്റ്റർ പറയുന്നത്, വ്യംഗ് പറയുന്നത്. ലോക്ക് വിരോധ് കറയത്. അപ്പൊ അവര് ഇവന്റെ ഓപ്പോസിറ്റ് ആയിരുന്നു. ഈ മനുഷ്യൻ ഇവിടെ വാതിലും ഒട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കുമായിരുന്നു. ഉൻകി ഭി ഗൽത്തി നാ ഥി, അവരെ ഒരു തെറ്റില്ലായിരുന്നു. കാരണം എന്തായിരുന്നു, ഗാഡിമേ ഭയാനക് ഭീഡത്തി, ഇഷ്ടം പോലെ തിരക്കായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. ഗാഡിമേ ഭയാനക് ഭീഡത്തി. അത് കാരണം അവർക്കും വാല് തുറന്നിട്ട് ആൾക്കാരെ കയറ്റണമെന്ന് ഇല്ലായിരുന്നു. കാരണം എല്ലാവർക്കും അറിയാം വാല് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പുറത്തെ മനുഷ്യരെല്ലാം ഇതിനകത്ത് തള്ളിക്കയറുന്നു. ദർവാസ ഖുൽനാ തക് മുഷ്കിൽ था, വാതിൽ തുറക്കാൻ വരെ ബുദ്ധിമുട്ടായിരുന്നു. അത്രയും വാതിലിന്റെ അവിടെ വരെ മനുഷ്യരായിരുന്നു. ऐसे में दरवाजे से चिपक कर खड़े एक लंबे चौड़े आदमी ने द्वारपाल का काम पूरी निष्ठा से निभा रहा था. ऐसे में ഈ അവസ്ഥയിൽ എന്തായിരുന്നു, ദർവാജെ സെ ചിപക് കർ ഖടേ,
അകത്തുനിന്ന് എന്നായിരുന്നു, വാതിലെ ഒട്ടിപ്പിടിച്ചിട്ട് ഒരു മനുഷ്യൻ നിൽക്കുന്നുണ്ടായിരുന്നു. വാതിലിനെ പറ്റി പിടിച്ചൊരു മനുഷ്യൻ നിൽക്കുന്നുണ്ടായിരുന്നു. ഏക് ലംബ ചോട ആദ്മി, ഒരു നല്ല ഹൈറ്റും വെയിറ്റുള്ള ആളെ പറയുന്ന ലംബ ചോട ആദ്മീനെ ദ്വാർപാൽ കാ കാം പൂരി നിഷ്ഠ സെ കർ താ. അപ്പോ ഈ ലംബ ചോട ആദ്മി, ദ്വാർപാൽ എന്ന് പറയുമ്പോ എന്താ, ഒരു ഗേറ്റ് കീപ്പറിന്റെ പണി കാക്കാം പൂരി നിഷ്ഠ സെ കർ താ, നല്ല വിശ്വാസത്തോടെ ചെയ്യുന്നുണ്ട്. കാരണം ഈ ഹൈറ്റുള്ള മനുഷ്യനായിരുന്നു ഈ വാതിലിന്റെ അവിടെ അമർത്തി പിടിച്ച് വാതിൽ തുറക്കാതിരിക്കാൻ നിന്നായിരുന്നു. അന്തർ കെ ലോഗ് ഉസ്കി താരീഫ് കർ രഹേ थे. അപ്പൊ അകത്തെ ആൾക്കാര് ഈ മനുഷ്യനെ ഭയങ്കര ആയിട്ട് നല്ലത് പറയുമായിരുന്നു. കാരണം ഈ മനുഷ്യൻ ഈ വാതിലിന്റെ അവിടെ ഇങ്ങനെ പ്രൊട്ടക്ഷൻ ആയിട്ട് ഗേറ്റ് കീപ്പർ പോലെ ഇങ്ങനെ നിൽക്കുമായിരുന്നു, അകത്ത് കയറാണ്ടിരിക്കാൻ ആൾക്കാര്. ഇസ്സെ ഉസ്മേ വിജേത ഹോനെ കാ ഭാവ് ആ രഹാ था. അപ്പോ അവന്റെ മനസ്സിലൊരു ഞാനെല്ലാം ജയിച്ച് എന്നുള്ള ഒരു മനസ്സായിരുന്നു ആ മനുഷ്യന്റെ അകത്ത് വന്നിരുന്നത്. ഇവരെല്ലാം കൂടി ഈ മനുഷ്യനെ പൊക്കി വെച്ചേക്കുമായിരുന്നു. നല്ല കാര്യമാണ്, നല്ല കാര്യം. ആഖിർക്കാർ ദർവാജെ കാ മോർച്ച ചോഡ്കർ मैंने വേദന की नीति से खिड़की से हल्ला किया. അപ്പം ആഖിർക്കാർ ലാസ്റ്റ്ലി ഞാൻ എന്താ വിചാരിച്ചേ, എല്ലാത്തിനും ഉപരിയായിട്ട് എന്താ വിചാരിച്ചത്, ദർവാജ കാ മൂർച്ച ചോക്കാൻ, ഈ വാതിലിന്റെ പിന്നിൽ വാതിലിന്റെ അവിടുന്ന് ഉള്ള ഈ ഇത് യുദ്ധം വിട്ടിട്ട്, മൂർച്ച എന്ന് പറയുമ്പോൾ യുദ്ധത്തിന് പോവുക, അല്ലെങ്കിൽ ആ അർത്ഥത്തിലാണ് മൂർച്ച വിട്ടിട്ട് മേനെ ഭേദനയ്ക്ക് നിത്യപ്പനായി. അപ്പൊ എന്തായാലും ഞാൻ ആലോചിക്കാൻ തുടങ്ങിയത് വേറെ ഏതെങ്കിലും, ഭേദന എന്ന് പറഞ്ഞാൽ തുളച്ചു കയറുക എന്ന അർത്ഥത്തിൽ. അപ്പം വാതിലല്ലാത്ത ഏതെങ്കിലും സ്പേസ് തപ്പി ഇപ്പൊ കള്ളന്മാരൊക്കെ പിന്നിന്ന് കയറുന്ന പോലെ, അതേപോലെ ഭേദനയ്ക്ക് നീതീസെ ആ ഒരു വിചാരത്തില് കിടക്കീസെ ഹല്ലാക്കിയ. അപ്പൊ ഞാന് കിടക്കി എന്ന് പറയുമ്പോ നമ്മുടെ ട്രെയിനിന്റെ വിൻഡോന്ന് കയറാൻ പ്രയത്നം ചെയ്തു. അപ്പൊ എന്താ ചെയ്തേ, ബിസ്തർ എന്താ ഫേക്ക. ബിസ്തർ എന്ന് പറയുമ്പോ അവന്റെ കയ്യിലുള്ള സാധനങ്ങൾ, നോർത്തിലൊക്കെ എന്ന് പറയുമ്പോ ഒരു തുണിയില് കെട്ടിയ കുറെ സാധനമായിരിക്കും, അതിന്റെ അർത്ഥത്തിൽ അവര് പറയുന്നത് ബിസ്തർ. അപ്പൊ അതെന്താ ചെയ്തേ, അകത്തേക്ക് എറിഞ്ഞു. അന്തർ ഫേക്ക കൂദ്കർ സിർ ഖിഡ്കിക്ക് അന്തർ ഠൂസ. അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്തേ, ഈ കിടക്കിയിലൊന്നും കമ്പിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ആ ഒരു സിറ്റുവേഷൻ ആണ് ഒരുമാതിരി ട്രെയിനിന്റെ ഒക്കെ അവിടെ. അപ്പൊ എന്താ ചെയ്തേ, ഈ ബെഡ് അകത്തേക്ക് എറിഞ്ഞതിന് ശേഷം ഈ എന്നാ ചെയ്തേ, ഈ തല അകത്തോട്ടേക്ക് ഇട്ടു. കൂദ്കർ സിർ ഖിഡ്കിക്ക് അന്തർ ഠൂസ. സിർ എന്ന് പറയുമ്പോ തല, എന്നാ തല ഈ കിടക്കിയുടെ അകത്ത്, കിടക്കിയിലെന്ന് പറയുമ്പോൾ ഈ ജനലേക്കയുടെ അകത്തേക്ക് തള്ളിക്കയറ്റി. അവർ പേർ ഉഠാക്കർ ഖുദ് കാ ത്രിശുക് കർത്തി. അത് കഴിഞ്ഞിട്ട് കാലും പൊക്കി. മനസ്സിലായോ? അപ്പൊ പകുതി തലയകത്ത് പകുതി ബോഡി അകത്ത് പോയി ട്രെയിനിന്റെ ജനലെ കൂടെ, ബാക്കി കാലും പൊക്കി. അപ്പൊ എന്താ ചെയ്തേ, മേരി ഹാലത്ത് ദേക്കർ, അവന്റെ ഈ അവസ്ഥ കണ്ടിട്ട് അന്തർക്കെ ലോകോക്കോ ദയാ മുജ്പർ ദയായ, അകത്തെ ഉള്ള ആൾക്കാർക്ക് ഈ മനുഷ്യനോട് ഒരു സഹതാപം തോന്നി. അപ്പൊ ഗാഡി ചെല്ലേ ലഗീതി, വണ്ടിയാണെങ്കിൽ സ്റ്റാർട്ട് ആയിരുന്നു, പിന്നെ ഒരു മാർഗം ഇല്ലല്ലോ. ആർ മേ അന്തർ ഖീച്ച് ലിയാ ഗയാ ഥാ. പിന്നെ അകത്തെ മനുഷ്യര് വലിച്ച് അകത്തേക്ക് എടുത്തു. ഇത് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഒരുമാതിരി നോർത്തിലൊക്കെ. ആർ अब उस महाकाय द्वारपाल के कंधे से कंधा मिलाकर खड़ा था. പിന്നെ ഇപ്പൊ എന്താ ഉണ്ടായി, വലിച്ചു കയറ്റിയപ്പോ ആ അബ് ഇപ്പൊ എന്താ ഉണ്ടായി, ഉസ് മഹാകായ, ആ മഹാകായ എന്ന് പറയുമ്പോ ആ ഭീമൻ പോലത്തെ ആ വലിയ ഹൈറ്റും വെയിറ്റുള്ള മനുഷ്യനെ, ലംബാ ചോട ആദ്മി എന്ന് പറഞ്ഞില്ല, ആ മനുഷ്യൻ, ഭീമൻ പോലത്തെ മനുഷ്യനെ കന്ധേ സെ കന്ധാ മിലാക്കർ ഖടാ था. മറ്റേ ഷോൾഡറുമായിട്ട് ഇവ നിൽക്കുമായിരുന്നു. पर आश्चर्य की बात यह थी कि, പക്ഷെ എന്തായിരുന്നു ആശ്ചര്യ की बात എന്തായിരുന്നു, कि मेरे अंदर आने से 10 मिनट के भीतर ही मेरा काया पलट हो गया था. അപ്പൊ ഞാൻ അകത്തേക്ക് വരുമ്പോഴേക്കും ഈ എന്താ പറയുന്നത്, കാര്യങ്ങളെല്ലാം ഒരു തിരുമറ ആയി പോയിന്ന്. കായ പലട്ട് എന്ന് പറഞ്ഞാൽ എല്ലാം ഓപ്പോസിറ്റ് ആയി പോയിന്ന്. ദ്വാരപാൽ പർ ആയ ഗുസ്സ ഭി ജൽദി ഹി ഖത്തം ഹോ ഗയ. ദ്വാരപാലിന്റെ മേത്ത് പുറത്തുണ്ടായിരുന്നപ്പോഴത്തെ ആ ദേഷ്യം എന്തായിരുന്നു, ദേഷ്യം മുഴുവനോർക്കിനങ്ങ് മാറിപ്പോയി. ഓക്കെ, അപ്പൊ ദേഷ്യം കുറഞ്ഞു എന്ന് പറഞ്ഞു. ഒരു ദ്വാരപാൽ പർ ആയ ഗുസ്സ ഭി ജൽദി ഹി ഖത്തം ഹോ ഗയ. അയാളുടെ മേത്ത് ഒരു 10 മിനിറ്റ് മുമ്പ് നല്ല ദേഷ്യമായിരുന്നു, പുറത്തായിരുന്നു. ഈ മനുഷ്യൻ കാരണം അയാൾക്ക് കയറാൻ പറ്റാത്തതെന്ന്. അപ്പൊ ആ ഒരു ദേഷ്യം ഒക്കെ മറന്നുപോയായിരുന്നു. ഖത്തം ഹോ ഗയ ഥാ. ഖത്തം ഹോ ഗയ എന്ന് പറഞ്ഞാൽ തീർന്നു പോയായിരുന്നു. ഹം പുരാനെ ദോസ്തോ കി തര ഗപ്പെ മാറില്ല. ഹം എന്ന് പറയുമ്പോൾ ഞങ്ങൾ, ആ ഗേറ്റ് കീപ്പറിന്റെ പോലത്തെ ആ ഭീമസേ മനുഷ്യനും ഇയാളും പുരാനെ ദോസ്തോ കി തര, പഴയ കൂട്ടുകാരെ പോലെ ഗപ്പെ മാറില്ല, തമാശയൊക്കെ പറഞ്ഞ് ഇരിക്കാൻ തുടങ്ങിയെന്ന്. और हम पुराने दोस्तों की तरह गप्पे मारने लगे. उसके दिए केले मैंने खाया. അവൻ തന്ന
കേലെ എന്ന് പറയുമ്പോൾ പഴം കഴിച്ചു. മേരാ സിഗരറ്റ് ഉസ്നെ എൻ്റെ സിഗരറ്റ് അവൻ വലിച്ചു. അപ്പം और बाद में हम दोनों अपने अपने बिस्तर जोड़कर उस पर पसर गए. അപ്പൊ എന്തായി ബാദ് മേ എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഹം ദോനോ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ കിടക്കയെല്ലാം വിരിച്ച് ഉസ് പർ പസർ ഗയെ ഒരുമിച്ച് കിടന്ന് ഉറങ്ങി എന്ന് പറഞ്ഞു. ഓക്കെ, ഒരുമിച്ച് രണ്ടുപേരും കിടന്ന് ഉറങ്ങി. ഓക്കെ, बाहर में उसका सिर फोड़ने का विचार कर रहा था. बाहर में പുറത്തായിരുന്നപ്പോൾ എന്തായിരുന്നു उसका सिर फोड़ने का തല പൊട്ടിക്കാനുള്ള ഒരു ഫോടണം എന്ന് പറയുമ്പോൾ ഒരു ഇതുപോലെയാണ്. അത്രയും ദേഷ്യമായിരുന്നു ഈ മനുഷ്യന്. പർ അബ് ഉസിക്ക് ടോലിമേ ഷാമിൽ ഹോ ഗയ. ഇപ്പൊ എന്താ ഉണ്ടായി, അവന്റെ തന്നെ ടോലി എന്ന് പറയുമ്പോൾ അവന്റെ തന്നെ ടീമില് ഷാമിൽ ഹോ ഗയ, ടീമില് ഒന്നായി പോയിന്ന്, രണ്ടുപേരും ഒരായി. മേരി ജാത്ത് ബദൽ ഗയി थी. അപ്പോഴേക്കും ജാത്ത് ബദൽ ഗയി എന്ന് പറയുമ്പോൾ ഞാൻ ആകെ മാറിപ്പോയെന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അപ്പൊ നമ്മൾ പറയില്ലേ ഈ വശത്തും ആ വശത്തും കാല് വെക്കരുന്നു. അതേപോലെ പുറത്തായിരുന്നപ്പോ ദേഷ്യമായിരുന്നു, അകത്തായിരുന്നപ്പോ എല്ലാം മറന്നു. ഇവ ഈ ടീമില് ഈ മനുഷ്യനും കൂടി ചേർന്നു. അഗലെ സ്റ്റേഷൻ पर यात्रियों की एक और टोली हमारे डिब्बे में घुसने लगी. അഗലെ സ്റ്റേഷൻ पर അടുത്ത സ്റ്റേഷനിൽ എന്താണ്ടായി, ഈ യാത്രി എന്ന് പറയുമ്പോൾ നമ്മുടെ പാസഞ്ചറിന്റെ ഏക് ഓർ ടോലി ഇതേപോലെ വലിയൊരു ഗ്രൂപ്പ് ഹമാരെ ഡബ്ബമേ ഘുസ്നെ ലഗി, ഇവരുടെ ഈ കമ്പാർട്ട്മെന്റിനകത്ത് കയറാൻ തുടങ്ങി. ഹം ദോനോനെ ഉസ്കെ വിരുദ്ധ ഏക് സംയുക്ത് ഹല്ല ബോൽ ദിയ. അപ്പോ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചങ്ങ് ഒരു മോർച്ച എടുത്തു എന്ന് വാതിലമർത്തി പിടിച്ച് വിരുദ്ധം ചെയ്തു എന്ന് പറയാൻ, അവരെ കയറാണ്ടിരിക്കാൻ. और अंदर के लोगों के हित की बाहरी लोगों से रक्षा में जुट गया. और अंदर के लोगों के हितों की അപ്പൊ ഇതന്നെ और എന്താ ചെയ്ത്, അപ്പൊ അകത്തുള്ള അകത്തുള്ള ആൾക്കാരെ നല്ലതിന് വേണ്ടിയിട്ട്, ഹിത് കേലെ എന്ന് പറയുമ്പോൾ നല്ല കാര്യത്തിന് വേണ്ടിയിട്ട്, നല്ലതിന് വേണ്ടിയിട്ട്, ബാഹരി ലോഗ് ഈ ബാഹറില് ഈ ഒരു ടോളി ആൾക്കാർ വന്നല്ലോ കയറാൻ പരിശ്രമിക്കുന്നവര്, അവരെ എതിരായിട്ട് അവൻ അകത്തെ ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി നിന്നു എന്ന് പറയുന്നു. രക്ഷാമേ ചുട്ട് ഗയ, മനസ്സിലായോ? അപ്പോ ബാഹർ വാല ജബ് അന്തർ വാല ഹോ ജാതാ ഹൈ तो वो कितना बदल जाता है इसका मुझे पहली बार एहसास हुआ. അപ്പോ എന്താണ് ഈ മനസ്സിലായത്, ബാഹർ വാല ഈ പുറത്താള്, ഈ മനുഷ്യനും പുറത്ത് തന്നെയായിരുന്നു. പക്ഷേ ജബ് അന്തർ വാല ഹോ ജാത്ത അകത്തെ ആളായപ്പോ वो कितना बदल जाता എന്തോരം മാറിപ്പോയി. ഇസ്കാ മുझे पहली बार एहसास हुआ. കാരണം പിന്നെ അവൻ ഈ അകത്ത് കയറിയവരുടെ കൂടെ ഒരുമിച്ച് ഈ പുറത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ട്, അകത്തെ ആൾക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി പുറത്തെ ആൾക്കാർ കയറി വരാതിരിക്കാൻ ഈ മനുഷ്യനും അത് തന്നെ ചെയ്യാൻ തുടങ്ങി. അപ്പം അതാണ് ഈ ചാപ്റ്ററിന്റെ ഒരു മീനിങ് വരുന്നത്. ഈ ബാഹറും അന്തർവാലയുടെ ഈ ചാപ്റ്ററിന്റെ ഒരു എന്താണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, അന്തർക്കെ ഓർ ബാഹർക്കെ, അന്തർക്കെ ഓർ ബാഹർക്കെ ആയി വരുമ്പോഴത്തെ നമ്മുടെ വ്യത്യാസങ്ങൾ എന്താ, നമ്മുടെ സോച്ച് നമ്മൾ എന്താണ് ആലോചിക്കുന്നതെന്നുള്ള ഒരു വ്യംഗമായിരുന്നു ഇത്. बाहर वाला जब अंदर वाला हो जाता है तो वो कितना बदल जाता है इसका मुझे पहली बार एहसास हुआ. कहानी का नायक अपनी रेल यात्रा के दौरान ऐसा महसूस करता है. इस प्रकार का कोई अनुभव आपका है, पेश करें. ഓക്കെ, അപ്പോൾ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നു. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് ലൈക്ക്